ഹലോ എല്ലാവർക്കും മോർണിംഗ് റുട്ടീൻ വീഡിയോയിലേക്ക് സ്വാഗതം. വ്ലോഗ് 12 ആണ്. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ വ്ലോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞു. ആകെ എൻ്റെ റുട്ടീൻ തെറ്റിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ വീണ്ടും രാവിലെ എഴുന്നേറ്റ് പഴയ പോലെ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. 4 മണിക്ക് എഴുന്നേറ്റിട്ട് എനിക്കൊരു വീഡിയോയ്ക്ക് വോയിസൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞൊരു 5 മണിയായപ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആയി. അപ്പം 5 മണിക്ക് ഞാൻ അടുക്കളയിലേക്ക് വന്നു. വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്ന ഉലുവ വെള്ളത്തിലിട്ടിരുന്നു. അത് ഞാൻ എടുത്ത് തിളപ്പിച്ച് അരിച്ചിട്ട് കുടിക്കും. എൻ്റെ ഡയറ്റും എക്സസൈസൊക്കെ ആകെ തെറ്റിക്കിടക്കുകയാണ്. കണ്ണി കാണുന്നതൊക്കെ ഞാൻ വാരി വലിച്ച് തിന്നിട്ട് എൻ്റെ വെയിറ്റ് ഞാൻ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. ഇനി പതിയെ അതൊക്കെ കുറച്ചെടുക്കണം. ഇതൊരു തുടക്കമാവട്ടെ. കാരണം ഇനിയുണ്ടല്ലോ ഇവിടെ തണുപ്പ് വരാൻ പോവാണ്. ദീപാവലിയും കൂടെ കഴിഞ്ഞാൽ വിൻ്റർ സീസൺ തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ റുട്ടീൻ സെറ്റാക്കിയില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കത്തില്ല, എല്ലാം കുളമാവും. അപ്പം ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് എൻജോയ് ചെയ്യുകയാണ്. ഈ ഒരു സമയം ഞാൻ പതുക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് വെള്ളം കുടിക്കുകയാണ്. എൻ്റെ മീ ടൈമാണ്. എന്തൊക്കെയോ ഞാൻ ആലോചിക്കുന്നുണ്ട് കാര്യമായിട്ട്. കുറേ നാളിന് ശേഷം രാവിലെ എഴുന്നേറ്റുകൊണ്ട് വലിയ എനർജിയൊന്നും ഇല്ല. പോയ എനർജിയും സ്ട്രെങ്ത്തും ഒക്കെ നമുക്ക് തിരികെ പിടിക്കണം. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഉലുവ വെള്ളം എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ തുടങ്ങണം. ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നേരത്തെ പോലെ അച്ചുവിൻ്റെ ലഞ്ച് മേക്കിംഗ് ആൻഡ് പാക്കിംഗ് ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പതുക്കെ റുട്ടീനിൽ ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ലഞ്ച് അച്ചു അവിടുന്ന് കഴിച്ചോളും. ഞാൻ റുട്ടീനിലേക്ക് തിരിച്ച് വന്ന ശേഷം പതിയെ നമുക്ക് ലഞ്ച് പാക്കിംഗ് ഒക്കെ തുടങ്ങാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മുട്ട റോസ്റ്റും പിന്നെ ഇവിടെ നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആയ പറാട്ട എന്ന് പറയുമ്പോൾ ആലു പറാട്ട സ്റ്റഫിങ് ഉള്ള പറാട്ടയൊന്നും അല്ല, ഒരു അടിപൊളി പ്ലെയിൻ പറാട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ വെറുതെ ചൂടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വെറും ഒരു ചായയുടെ കൂടെ മാത്രം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അടിപൊളി ഒരു പറാട്ടയാണ്. കറി വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയിലെടുത്തിട്ടുണ്ട്. അരിപ്പയിലിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിന് മുമ്പ് ഞാൻ നന്നായിട്ട് കൈ കഴുകുന്നുണ്ട്. നമ്മൾ ഈ ഗോതമ്പ് പൊടിയൊക്കെ എപ്പോഴും കുഴയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് കൈ കഴുകിയിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അരിപ്പയിലേക്ക് കുറച്ച് ആട്ട എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്, ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്തിട്ട് ആ ഉപ്പൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ചപ്പാത്തി മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തൈര് ആഡ് ചെയ്യുന്നു, ഓയിൽ ആഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വർക്ക് ആവുമായിരിക്കും. പക്ഷേ എനിക്കിതൊന്നും ആഡ് ചെയ്യാതെ നല്ല അടിപൊളി സോഫ്റ്റ് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മാവിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനെ എല്ലാം കൂടെ ഒരു ഉരുളയാക്കാൻ നോക്കണം. ആദ്യം തന്നെ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് കുഴയ്ക്കല്ല. ആദ്യം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് ഉരുട്ടി ഒരു ഉരുളയാക്കാൻ നോക്കുകയാണ്. നമ്മുടെ ആ ഒരു കുഴയ്ക്കുന്ന പാത്രം മൊത്തം ക്ലീൻ ആക്കണം. നമ്മൾ അതിനെ നന്നായിട്ട് വടിച്ചിട്ട് നമ്മുടെ ആ പാത്രം മൊത്തം ക്ലീൻ ആവും. അതായത് എല്ലാ മാവും, അതായത് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാ മാവും നമ്മുടെ ആ ഒരു ഉരുളയിലേക്ക് ഒട്ടിപ്പിടിച്ച് ഒരു ഉരുളയാക്കും ഇതുപോലെ. അപ്പം ഇനി ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാനതിനെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ശക്തിയിൽ കുഴച്ച് കൊടുക്കണം. നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആവുന്നു നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴയ്ക്കുന്നു, അതും വെള്ളം ഒഴിച്ച് എത്രത്തോളം നന്നായിട്ട് കുഴയ്ക്കുന്നു അതിലാണ്. ഞാൻ ഇവിടെ ചൂടുവെള്ളം ഒന്നും എടുത്തില്ല, സാദാ വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം വേണ്ട, തൈര് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഫീൽ ആവും അത് കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ എന്ന് വെച്ചാൽ അത് കട്ടിയാവും, നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ കുറച്ച് കട്ടിയാവും. അപ്പോൾ നമ്മൾ
കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യണം. നമ്മളിങ്ങനെ വെള്ളം ആഡ് ചെയ്ത് ഇങ്ങനെ കുഴച്ച് വരുമ്പോൾ നമുക്ക് തന്നെ ഫീലാവും നല്ല നേരത്തെ ആ കട്ടിയൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് മാവ് മാറുന്നത് നമുക്ക് തന്നെ കൈവച്ചിട്ട് മിക്സ് ചെയ്യുമ്പം ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മളിങ്ങനെ അതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം, മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആദ്യത്തേതിൽ നിന്നും കുറച്ച് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നതാണ് വെള്ളം ഒഴിച്ചിട്ട്, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. അപ്പം എൻ്റെ ഇവിടെ സോഫ്റ്റ് ചപ്പാത്തിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനെ ഇനി നമ്മൾ അടച്ചു വെക്കണം. നമ്മളിത് എന്താ പറയുന്നത്, ചപ്പാത്തി ഉണ്ടാക്കിയ ഉടനെ അത് നമ്മൾ ഉണ്ടാക്കാതെ കുറച്ച് നേരം അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഞാനതിനെ അടച്ചവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി നീളത്തിൽ അരിഞ്ഞെടുക്കും. കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇത്രയാണ്. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കട്ടെ. ഞാനിവിടെ 4 മുട്ടയാണ് പുഴുങ്ങാനായിട്ട് ഇട്ടത്. അപ്പോൾ 4 മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 6 സവാള എടുത്തു. ഞാൻ 5ഓ 6ഓ ഞാനിവിടെ ഗ്രേവി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, റോസ്റ്റ് ഡ്രൈ ആയിട്ട് അതിനെ റോസ്റ്റ് ആക്കി എടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഉള്ളി എടുത്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട്. റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കരിവേപ്പിലയും സവാളയും 2 പച്ചമുളകും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1.5 തക്കാളി വരെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അതിനെ വഴറ്റി എടുക്കാം. ഇത് വഴറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പച്ചമുളക് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എക്സ്ട്രാ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചിക്കൻ മസാല. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റി നമുക്ക് എടുക്കാം. ആ ഉള്ളിയുടെയും തക്കാളിയുടെയും കൂടെയൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം റോസ്റ്റാക്കി എടുക്കാനുള്ളതാണല്ലോ. അപ്പം ഇതിനെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ആ ഒരു അടപ്പ് മാറ്റിയിട്ട് ഇനി ഞാൻ പുഴുങ്ങിയെടുത്ത് തോടെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ടേനെ ഞാൻ ഒരു നൈഫ് വെച്ചിട്ട് അറഞ്ചും പുറഞ്ചും കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കും. ഞാനിത് കുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഗ്രേവിയൊക്കെ കയറി നന്നായിട്ട് അത് ബ്ലാങ്ക് ആയിട്ട് കിടക്കരുതല്ലോ മുട്ട. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ കുത്തിപ്പറിച്ച് അതിലേക്ക് ഇടുന്നത്. എന്നിട്ട് ഇതുപോലെ മസാല അതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം അതിനെ ഡ്രൈ ആക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ത്രികോണ പറാട്ട പരത്തിയെടുക്കാം. അപ്പം എൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം, പാത്രത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ച്
ഇരിക്കുകയാണ്. ഇനി ഞാനിതിൻ്റെ ഒരു ചെറിയ ഉരുള ഉരുട്ടിയെടുക്കുകയാണ്. നമ്മൾ സാധാ ചപ്പാത്തിയൊക്കെ അടിക്കുന്നതിൻ്റെ തൊട്ട് ഒരുപാട് ചെറുതാവരുത്, ഒരു മീഡിയം സൈസ് ഉരുള വേണം. അതിനെ ഞാനിങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കി മാവ് ഇതുപോലെ നമുക്ക് അടച്ചു വെക്കാം, ഡ്രൈ ആവണ്ട. ഇനി ഞാൻ ഈ ഒരു ഉരുളേനെ നമ്മൾ ഈ ഒരു പൊടിയിലിട്ട് 2 വശവും ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം സാധാ പരത്തിയെടുക്കുന്നത് പോലെ നമുക്കൊരു വട്ടത്തിൽ ഇതിനെ പരത്തിയെടുക്കണം. ഒരുപാട് മൊത്തം ഭയങ്കര വലുതായിട്ട് നമുക്കങ്ങനെ റൗണ്ടിൽ പരത്തിയെടുക്കണ്ട. ഒരു മീഡിയം സൈസിൽ നമുക്കതിനെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കണം. ഒരുപാട് നെയ്യല്ല, കുറേശ്ശെ നെയ്യ് അതിൻ്റെ മുകളിലേക്ക് പരട്ടിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതെല്ലാ വശത്തും നന്നായിട്ട് നെയ്യ് പരട്ടിയതിന് ശേഷം നമുക്കിതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്യണം, മുകളിൽ നിന്ന് താഴോട്ട് ഒരു സൈഡിലേക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിനെ ഞാൻ ഒരു ആ വശത്തോട്ട് മടക്കും. അതായത് ഒരു ത്രികോണം മാതിരി ഞാനതിനെ മടക്കിയെടുക്കും. ഏകദേശം ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഇതിനെ ഞാനതിനെ പരത്തിയെടുക്കും. സാവധാനം പരത്തിയെടുക്കണം. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പാടായിരിക്കും, അങ്ങനെ വലിയ പാടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കിതിനെ അതേ രീതിയിൽ ആ ത്രികോണം പോകാത്ത രീതിയിൽ, ത്രികോണമാണ് നമ്മുടെ മെയിൻ, ത്രികോണം പോവാത്ത രീതിയിൽ നല്ലതുപോലെ അതിനെ പരത്തി എടുക്കണം, മുകളിലും താഴെയും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ നെയ്യ് പരട്ടിയത് കൊണ്ട് അത് നമ്മുടെ ആ ഒരു പരത്തുന്ന ആ ഒരു കല്ലിൽ പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈ ഒരു ആട്ട അതിലേക്ക് വിതറി കൊടുക്കാം. മുകളിലും താഴെയും വിതറി കൊടുത്തിട്ട് നമുക്കതിനെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. ടോട്ടൽ ഫുൾ പറയുകയാണെങ്കിൽ അതിലൊരു ത്രികോണം ഷേപ്പ് കിട്ടണം. നല്ല രസമാണ് കാണാനും. അതുപോലെ നമ്മൾ സാധാ ചപ്പാത്തി കഴിക്കുന്ന രുചിയായിരിക്കത്തില്ല. എല്ലാവരും വിചാരിക്കും ഷേപ്പ് മാത്രമല്ലേ മാറിയുള്ളൂ. അങ്ങനെയല്ല, ഷേപ്പ് മാത്രമല്ല, അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര അടിപൊളിയൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും, അവരെ പറ്റിക്കാം. ത്രികോണത്തിലെ പറാട്ട അല്ലെങ്കിൽ ത്രികോണ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറ്റിക്കാനായിട്ട് പറ്റും. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. അപ്പം ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിനെ ഈ ഒരു ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് അതിനെ വേവിച്ചെടുക്കണം. ഞാനിതിനെ ഒരുപാട് നേരം ഒരു സൈഡ് ഇടില്ല, ഒരു 4-5 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടാം. എന്നിട്ട് നമുക്കതിൽ നെയ്യ് പരട്ടി കൊടുക്കാം നന്നായിട്ട്. ഇനി ഇതിനെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. ഒരു വശം ഞാൻ ഒരുപാട് നേരം ഇട്ട് വേവിക്കത്തില്ല, കാരണം അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് പോവും. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതിനെ കണ്ടിന്യൂ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളതിനെ വേവിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളിയൊരു മണമൊക്കെ വരും ഈ ഒരു സമയത്ത്. അപ്പോൾ ലാസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ കുറച്ച് അതിൻ്റെ മുകളിൽ നെയ്യ് അപ്ലൈ ചെയ്യാം. ഫുൾ നെയ്യുടെ കളിയാണ്, ഒരുപാട് നെയ്യൊന്നുമില്ല, നമ്മൾ കുറേശ്ശെയാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ചൂടോടെ തന്നെ കഴിക്കണം. അല്ലെങ്കിൽ നമ്മളിതുപോലെ ഏതെങ്കിലും ഒരു കാസറോളിലോ വല്ലതും ഇട്ട് വെക്കണം. നമ്മളിത് ചൂടാറിയിട്ട് കഴിക്കുന്ന അത്ര ടേസ്റ്റ്, ചൂടോടെ തന്നെ കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിന് കറിയൊന്നും ഇല്ലാതെ നമുക്കൊരു ചായയുടെ കൂടെ മാത്രം കോംബോ ആക്കിയിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പം ഞാൻ അടുത്തതും ഇട്ട് കൊടുത്ത് ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു പറാട്ടയുടെ കൂടെയുള്ള ഫേവറേറ്റ് കോംബോ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, കടലക്കറി, പിന്നെ ബെസ്റ്റായിട്ടുള്ളൊരു കോംബോ എന്ന് പറയുന്നത് തലേ ദിവസത്തെ മീൻ കറി. അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ എൻ്റെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ പാത്രം കഴുകിയെടുക്കുകയാണ്. സാധാരണ എനിക്ക് പാത്രം കഴുകാനുള്ള സമയം കിട്ടത്തില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അച്ഛൻ്റെ ലഞ്ച് പാക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ഞാൻ പാത്രം കഴുകുന്ന പരിപാടി തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ടൈം ഉണ്ടായതുകൊണ്ട് ഞാൻ പാത്രം കഴുകിയെടുക്കുകയാണ്. അപ്പം ഞാൻ കഴുകിയെടുക്കട്ടെ. ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സിമ്പിൾ കട്ടൻ കാപ്പിയും കൂടെ ആവും. കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ എന്തെങ്കിലും വേണമെങ്കിൽ കുടിക്കാം. ഞാനിവിടെ കട്ടൻ കാപ്പിയാണ് എടുക്കുന്നത്. കുറച്ച് മാത്രം കാപ്പിപ്പൊടി ആഡ് ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നന്നായതിൻ്റെ ഭാഗമായിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ പഞ്ചസാരയൊന്നും അങ്ങനെ ഇപ്പം കട്ട് ചെയ്തേക്കുവാണ്. പഞ്ചസാര ഞാൻ തീരെയും കഴിക്കത്തില്ല. ശർക്കരയാണ് ഞാൻ പകരം എടുക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി. രാവിലെ ഞങ്ങൾ ന്യൂസൊക്കെ
ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.